Praise the Lord. Hallelujah. Stotram, stotram, stotram. Praise the Lord. Hallelujah. Kathavana stotram, kathavana stotram, stotram, stotram. Praise the Lord. Hallelujah. ദൈവത്തിന് മഹത്വം. Praise the Lord. Hallelujah. കർത്താവിനെ മഹത്വം, കർത്താവിനെ മഹത്വം, മഹത്വം, മഹത്വം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise the Lord. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise the Lord. Hallelujah. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കോടാകോടി ഗോളമെല്ലാം പടച്ചവനെല്ലാത്തിനും വേണ്ടതെല്ലാം നൽകി. കോടാകോടി ഗോളമെല്ലാം പടച്ചവനെല്ലാത്തിനും വേണ്ടതെല്ലാം നൽകി. സൃഷ്ടികൾക്കൊക്കെയും ആനന്ദകാരണൻ ദുഷ്ടന്മാർക്ക് ഏറ്റവും ഭീതികരൻ. സൃഷ്ടികൾക്കൊക്കെയും ആനന്ദകാരണൻ ദുഷ്ടന്മാർക്ക് ഏറ്റവും ഭീതികരൻ. ആരും സഹായമിൽ എല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമിൽ എല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം
ഗോസ്പൽ മിനിസ്ട്രി ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തപ്പെടുന്ന ഈ മ്യൂസിക് നൈറ്റിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച അൽഫ ഗോസ്പൽ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ സിജു കുന്നേൽ അവർക്ക് ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രത്യേക ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാരംഭമായി നമ്മൾ പാടിയതുപോലെ ആരും സഹായമില്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് നല്ല സഹായകനായി കൂടെ ഇരിക്കുന്ന നല്ലൊരു കർത്താവിനെ സേവിപ്പാൻ, വിശ്വസിക്കുവാൻ, ആ കർത്താവിൽ ആശ്രയിക്കുവാൻ ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. നമ്മുടെ യേശു കർത്താവ് അനേക കഷ്ടങ്ങൾ സഹിച്ചു. എന്തിനു വേണ്ടി? താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ താൻ അനുഭവിച്ച കഷ്ടം മുഴുവൻ പാപത്തിൽ വീണുപോയ മാനവരാശിയുടെ ആ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഗാനങ്ങൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമായി തീരട്ടെ, നമ്മുടെ മനസ്സിന് അത് സൗഖ്യമായി മാറട്ടെ. നാം ഭയപ്പെടാതെ കർത്താവിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അടുത്ത ഒരു ഗാനം ഇങ്ങനെയാണ്: ആശ്രയം യേശുവിൽ ഉള്ളതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നമ്മുടെ ഭാഗ്യം 1 കോടിയോ 2 കോടിയോ അല്ലെങ്കിൽ 25 കോടിയോ ലോട്ടറി അടിക്കുന്നത് അല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോട്ടറി അടിച്ച് കോടീശ്വരന്മാരായവർക്ക് പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്ന് കഴിഞ്ഞ ചില നാടുകളിൽ നമുക്ക് വാർത്തകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പണം ലഭിക്കുന്നതോ ഇവിടെ വലിയ മണിമാടികൾ കെട്ടിപ്പൊക്കുന്നതോ വലിയ ധനവാനാകുന്നതോ ഒന്നുമല്ല ഭാഗ്യം എന്ന് പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുകയാണ്. 125-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ആ ക്രിസ്തുവിൽ ആശ്രയിക്കുവാനും ലഭിക്കുന്ന ഭാഗ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ മനോഹര ഗാനം നമുക്ക് കേൾക്കാം. ലോകം നമുക്ക് കണ്ണുനീർ തരുമ്പോൾ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് തീരാത്ത സന്തോഷമെന്ന് ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് അനേക ആയിരങ്ങൾ കഷ്ടതയിലും കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ ഒക്കെ കടന്നുപോകുന്നത് വാർത്താ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ദൈവമാരെന്നറിയാതെ അന്ധതയിൽ കഴിയുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ കർത്താവിൽ വിശ്വസിക്കുവാനും കർത്താവിൽ ആശ്രയിക്കാനും ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയിൽ ആരെങ്കിലും ഹൃദയം നുറങ്ങി സമാധാനമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ രാത്രിയിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ സമാധാനിപ്പിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിന് സമാധാനവും സന്തോഷം തരുവാൻ, നമ്മെ വീണ്ടെടുത്ത നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ആ കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം. അവൻ നമുക്ക് സമാധാനം തരും. നമുക്ക് പാടാം: ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ ഉള്ള മനോഹര ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. പ്രൈസ് ദി ലോർഡ്. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ
തന്നീനാൻ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാര്യം പാടിയാൽ പാടുള്ള പാടിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാര്യം പാടിയാൽ പാടുള്ള പാടിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഇക്ഷിനിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഇക്ഷിനിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടാമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ, താൻ മതിയാ. ഒന്നിനും തന്നിടാമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ, താൻ മതിയാ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങിയില്ല. കൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങിയില്ല. മൃത്യുവേ വെന്നാവേ അത്യുന്നതൻ പിന്നിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, വാഴുന്ന
ഏറ്റവുമേലെന്നാവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താവായി വാഴുന്നവൻ ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഹല്ലേലൂയ. എത്ര സൗഭാഗ്യം! നമുക്ക് ഈ ഭൂമിയിൽ ഇനി മറ്റെങ്ങും ലഭിക്കുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിലൂടെയുള്ള സന്തോഷവും സമാധാനവും അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് നിത്യതയോളം ഹല്ലേലൂയ നിലനിൽക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്കിലും ഹൃദയം നിറങ്ങി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന ആ കർത്താവിൽ വിശ്വസിക്കുകയും അവരിൽ ആശ്രയിക്കുകയും ചെയ്യുക എങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത മനോഹരമായ ഒരു ഗാനമാണ് നിത്യരു സന്നിധിയിൽ ഞാനിതാ വന്നിടുന്നു എന്നുള്ള ഒരു ഗാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഏത് ദുഃഖ വേളയിലും, നമ്മുടെ ഏത് പ്രയാസ പ്രതിസന്ധികളിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള ഒരുവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നല്ല സഖിയായി കൂടെ വരുന്ന, നല്ല സ്നേഹിതനായി കൂടെ ഇരിക്കുന്ന, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനാണ്. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ഒരു നാൾ കണ്ടിട്ടില്ല, ആരും ദൈവത്തെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കും. അങ്ങനെയെങ്കിൽ എങ്ങനെ നാം വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് കഴിയും? ആ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനാണ് ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഹല്ലേലൂയ. അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ക്രിസ്തുവോ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സ്നേഹം നമ്മോട് പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിച്ചു കാണിക്കുവാൻ, എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുവാനാണ് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവരുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ ഹല്ലേലൂയ പകരമായി. ഇത്രമാത്രം സ്നേഹം നമുക്ക് ആർക്കും ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ പണം കൊടുത്ത് നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയും. ചിലപ്പോൾ ചില നാളുകൾ കൂടെ നടന്ന് കൂടെ ഇരുന്ന് നല്ല വാക്കുകൾ പറഞ്ഞൊക്കെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. പക്ഷേ മറ്റൊരുവരെ വേണ്ടി ജീവൻ കൊടുക്കുവാൻ നമ്മൾ ആരും തയ്യാറാകുകയില്ല. പ്രൈസ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം, ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രമാണോ, ഹല്ലേലൂയ, തന്റെ ജീവൻ കൊടുത്ത് നമ്മെ സ്നേഹിച്ചു. നാം നശിച്ചു പോകാതെ, നിത്യ നരകത്തിലേക്ക് പോകാതെ, ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ, ആ നിത്യതയോളം എത്തിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു നല്ല ഗാനമാണ് നിത്യരു സന്നിധിയിൽ ഞാനിതാ വന്നിടുന്നു എന്നുള്ള ഗാനം. നമുക്ക് ഒരുമിച്ച് പാടാം. പ്രൈസ് ദി ലോർഡ്. നിത്യരു സന്നിധിയിൽ ഞാനിതാ വന്നിടുന്നു, എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. നിൻ തിരു സന്നിധിയിൽ ഞാനിതാ വന്നിടുന്നു, എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു.
സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സകല സൃഷ്ടികളും ഹല്ലേലൂയ അവനെ സ്തുതിക്കുവാൻ അവൻ യോഗ്യനാണ്. ഹല്ലേലൂയ. അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ഉന്നതനാണ്, അവൻ ഉയർന്നിരിക്കുന്നവനാണ്, അവൻ ശാശ്വതവാസിയാണ്. ഹല്ലേലൂയ. സാറാഫുകൾ അവനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഒരിക്കൽ ഇങ്ങനെ ദൈവത്തിന് വചനം പറയുന്നു, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയും, എല്ലാ മുഴങ്ങാലും അവന്റെ മുമ്പിൽ മടങ്ങും. വിശ്വസിക്കുന്നവരുടെയും വിശ്വസിക്കാത്തവരുടെയും എല്ലാ നാവും ഒരിക്കൽ പറയും, യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. എന്നാൽ അവനിൽ നിന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് നിത്യനാശത്തിലേക്ക് പോകുവാൻ പറ്റില്ല. അല്ലെങ്കിൽ അവസാന നാളുകളിൽ അവന്റെ മുമ്പിൽ മുട്ടുമടക്കി, അയ്യോ അങ്ങ് തന്നെ യേശു കർത്താവ്, യേശുവേ നീ തന്നെ കർത്താവ് എന്ന് പറഞ്ഞ് നിത്യനാശത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇന്ന് നാം അവനെ ഏറ്റുകൊള്ളുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് ആ ഭാഗ്യം നമുക്ക് ലഭിക്കും. ഒരിക്കലും നമ്മൾ നശിച്ചു പോകരുത്. നിത്യതയോടെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. വൻപാപഭാരമെല്ലാം വൻകൃപയാൽ നീക്കിയല്ലോ, വൻപാപഭാരമെല്ലാം വൻകൃപയാൽ നീക്കിയല്ലോ. നിന്ദിതനാമന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്ദിതനാമന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല, വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. നിത്യതയോളം എന്നെന്നും കൂടുള്ളൂ നിൻ സ്നേഹമാകാതെ. നിത്യതയോളം എന്നെന്നും കൂടുള്ളൂ നിൻ സ്നേഹമാകാതെ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. നിൻ തിരു സന്നിധിയിൽ ഞാനിതാ വന്നിടുന്നു. എൻ ക്രിയയാലെല്ലാം നിന്ദയാൽ മാത്രം ഞാനെന്നു
കുമ്പിടുന്നു നിൻ തിരു സന്നിധി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് അവൻ നമ്മെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ഒരു നല്ല സ്നേഹിതനാണ്, നല്ല കർത്താവാണ്. ഹല്ലേലൂയ. ഞാനെന്നു കുമ്പിടുന്നു യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് അടുത്ത കാലത്തിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിലെ സ്നേഹിതന്മാർ പലരും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പലരും, അതിന് തർക്കമില്ല. ഹല്ലേലൂയ. സ്നേഹം എന്ന് പറയുന്നത് അത് പ്രദർശിപ്പിക്കുവാനുള്ള, പ്രകടിപ്പിക്കുവാനുള്ള, അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിച്ചു. എങ്ങനെ? ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ക്രിസ്തു നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ നമ്മുടെ ഉള്ളിലും ദൈവം തന്നിരിക്കുന്ന സ്നേഹത്തെ നമ്മൾ പ്രദർശിപ്പിക്കണം. ഹല്ലേലൂയ. എങ്കിലും ഒരു കാര്യം പറയാം, ഈ ലോകത്തിലെ നമ്മുടെ എത്ര ആത്മാർത്ഥ സ്നേഹിതന്മാരുണ്ടെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മെ വിട്ട് മാറിപ്പോകും. നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മെ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹിതന്മാർ നമ്മുടെ കഷ്ടസമയങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മെ വിട്ട് പിരിഞ്ഞ് പോകും. എന്നാൽ നമ്മെ കർത്താവ് പറഞ്ഞത്, യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. നമുക്കറിയുന്ന അനേക അനാഥ മന്ദിരങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അനാഥരായ പലരെയും തള്ളിക്കളയുകയാണ്. അവരെ ഒരു ഒന്ന് നോക്കുവാൻ, പരിചരിക്കുവാൻ. ഹല്ലേലൂയ. അവരുടെ ബലം ക്ഷയിക്കുമ്പോൾ, ശരീരം ക്ഷീണിക്കുമ്പോൾ, ഉപകാരമില്ലാതെ വരുമ്പോൾ പലരും വെളിപ്രദേശങ്ങളിലേക്ക് തള്ളി വിട്ട് അനാഥരായി വിടുകയാണ്. യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, വാർദ്ധക്യത്തിലും നരയ്ക്കുവോളം, ഹല്ലേലൂയ, നരയ്ക്കുവോളം ബലം ക്ഷയിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ചുമക്കണം. നമ്മെ ചുമക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ സന്തോഷം, അവനിൽ ബലം. ഹല്ലേലൂയ. നമ്മുടെ ബലം ക്ഷയിക്കുമ്പോൾ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. നമുക്ക് ബലം ക്ഷയിക്കുന്നത് ദൈവത്തിനറിയാം, നമ്മുടെ കർത്താവിനറിയാം. അപ്പോൾ ദൈവം നമുക്ക് ബലം നൽകും. ഹല്ലേലൂയ. എപ്പോഴാണ് നമ്മുടെ ബലം ക്ഷയിക്കുന്നത്? ചിലപ്പോൾ നാം രോഗികളായിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സ്നേഹിതന്മാർ നമ്മെ തള്ളിക്കളയുമ്പോഴായിരിക്കും, വലിയ പ്രതികൂലങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ, ഹല്ലേലൂയ, ആരും സഹായിപ്പാനില്ലെങ്കിൽ നമ്മുടെ ബലം ക്ഷയിച്ചു. നാം എത്ര അറിവുണ്ടെങ്കിലും, എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, ചില സാഹചര്യങ്ങൾ നമ്മുടെ ബലം ക്ഷയിച്ചു പോകും. ഹല്ലേലൂയ. ആ സമയങ്ങളിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പാടാം, കർത്താവിൽ സന്തോഷം, അവൻ ബലം. പാരിൽ പാർക്കുന്ന അവൻ ബലം, അവന്റെ സങ്കേതം വിശ്രാമം. ഹല്ലേലൂയ. നമ്മുടെ സങ്കേതമാണ് ദൈവം, നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത. എപ്പോഴാണ് സങ്കേതം നമുക്ക് ആവശ്യമായി വരുന്നത്? ഒരു പ്രതികൂലം വരുമ്പോൾ, ശത്രു നമ്മെ ഉപദ്രവിക്കുവാൻ വരുമ്പോൾ, ആരും നമ്മെ സഹായിപ്പാൻ ഇല്ലാതെ വരുമ്പോൾ
നമുക്കൊരു സങ്കേതം ആവശ്യമാണ്. ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ നമുക്കൊരു സങ്കേതം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഈ ഭൂമിയിൽ നമുക്ക് ഒരു സങ്കേതം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. സ്നേഹിതരിൽ നിന്ന് കരുതുമ്പോൾ, നമ്മുടെ സ്നേഹിതന്മാർ നമ്മെ വിട്ട് ഓടിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, അന്നാളിൽ നമ്മോട് അവൻ അടുത്തു വന്ന് നിത്യമായി സ്നേഹിക്കാമെന്ന് വാക്ക് പറഞ്ഞവനായ കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് പാടാം, കർത്താവിൽ സന്തോഷം അവൻ ബലം. ഹല്ലേലൂയ. അസാധ്യമായ സാഹചര്യം നമുക്ക് പലതും, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അസാധ്യമായ സാധിക്കാതെ, മനുഷ്യനാൽ സാധിക്കാത്ത കാര്യങ്ങളെ നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തരുന്ന ഒരു നല്ല കർത്താവ്. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നൽകുന്നു. ബലവാനും ബലഹീനനും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ബലഹീനൻ ആ ബലമേറിയവന്റെ മുമ്പിൽ ചിലപ്പോൾ പരാജയപ്പെടും. എന്നാൽ ഞാൻ നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നമ്മേക്കാൾ എത്ര ബലവാനാണെന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ ബലം പകർന്ന് ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുവാൻ, ഉറച്ചു നിർത്തുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സന്തോഷം അവന് ബലം, പാരിതിൽ പാർക്കുന്ന അവന് ബലം, അവനെന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവന്റെ സർവ്വവുമേ, അവന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവന്റെ സർവ്വവുമേ. കർത്താവിൽ സന്തോഷം അവൻ ബലം, പാരിതിൽ പാർക്കുന്ന അവൻ ബലം, അവന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവന്റെ സർവ്വവുമേ, അവന്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവന്റെ സർവ്വവുമേ. പലനാൾ കരുതി ഞാൻ ഏതെന്ന് അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി. പലനാൾ കരുതി ഞാൻ ഏതെന്ന് അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്.
കരുതിയതാം അന്നാളിലവനോടു ചൊല്ലി സ്നേഹിതരില്ലെന്നു കരുതിയതാം അന്നാളിലവനോടു ചൊല്ലി നിത്യമാ സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നു നിന്നോട് കൂടെയുണ്ട് നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നു നിന്നോട് കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവൻ ബലം പാരിതിൽ പാർക്കുന്നവൻ ബലം അവന്റെ സങ്കേതം വിശ്രാമം നാട്ടോറും അവന്റെ സർവ്വവുമേ അവന്റെ സങ്കേതം വിശ്രാമം നാട്ടോറും അവന്റെ സർവ്വവുമേ അസാധ്യമെന്നു ഞാൻ കരുതിയതാം അന്നാളിലവനോടു ചൊല്ലി അസാധ്യമെന്നു ഞാൻ കരുതിയതാം അന്നാളിലവനോടു ചൊല്ലി മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട് മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവൻ ബലം പാരിതിൽ പാർക്കുന്നവൻ ബലം അവന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവന്റെ സർവ്വവുമേ അവന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവന്റെ സർവ്വവുമേ നിന്നീതനെന്നു ഞാൻ കരുതിയതാം അന്നാളിലവനോടു ചൊല്ലി നിന്നീതയെന്നു ഞാൻ കരുതിയതാം അന്നാളിലവനോടു ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട് ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവൻ ബലം പാരിതിൽ പാർക്കുന്നവൻ ബലം അവന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവന്റെ സർവ്വവുമേ അവന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവന്റെ സർവ്വവുമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ ഗാനങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ താൻ നിന്നതിനാണെന്ന് തോന്നുന്നെങ്കിൽ ഹല്ലേലൂയ മാനവരാശിക്ക് വേണ്ടി നിന്ദകൾ സഹിച്ച് അടിയേറ്റ് ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന ആ കർത്താവിൽ വിശ്വസിക്കുവാൻ ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ച് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ നമ്മുടെ നിന്നയെ മാറ്റി അവൻ അനുഗ്രഹമാക്കി നമ്മളെ തീർക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ അവൻ മാറ്റും. ഹല്ലേലൂയ ശാരീരികമായ രോഗത്താൽ ഭാരപ്പെടുന്നുവോ? ഹല്ലേലൂയ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട് ഹല്ലേലൂയ ഒന്നിനും കൊള്ളരുതാത്തവരായി നമ്മെ മാറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ നാം ഭാരപ്പെടേണ്ട. നമ്മെ സ്നേഹിക്കുന്ന നമ്മെ മാനിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ
സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോകമാംഗംഭീര വാരിധരിൽ നിന്നുള്ള ഗാനം പാടാമോ എന്ന് സിസ്റ്റർ ശ്രീനും ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ഗാനം പാടാം. നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കുന്ന നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്ന ഏത് പാട്ടുകളും അത് നമ്മുടെ ഹൃദയത്തിന് ആനന്ദം തരുന്ന ഗാനങ്ങളാണ്. ഹല്ലേലൂയ. അത് വീണ്ടും വീണ്ടും പാടുവാനും വീണ്ടും വീണ്ടും കേൾക്കുവാനും നമുക്ക് വാഞ്ചിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇങ്ങനെ ഞാൻ കേട്ടു. ഒരു പാട്ട് ഒരു അനുഗ്രഹീത ഗായകൻ പാടിയപ്പോൾ ഇങ്ങനെ ഒരു കമന്റ്, നിങ്ങളുടെ പാട്ടുകളെല്ലാം ഇങ്ങനെ കരയുന്ന പാട്ടുകളാണ്, ഏത് പാട്ട് കേട്ടാലും കണ്ണുനീർ വരുന്ന പാട്ടുകളാണ്. ഹല്ലേലൂയ. സന്തോഷിക്കുന്ന ഒരു അടിച്ചുപൊളി പാട്ട് പാടത്തില്ലയോ, സന്തോഷമുള്ള ഒരു പാട്ട് പാടത്തില്ലയോ എന്ന് ഒരു കമന്റ് ഇങ്ങനെ കണ്ടു. ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്താൽ നമ്മുടെ കണ്ണിന് നിറയാതിരിക്കുമോ? ഹല്ലേലൂയ. കാരണം ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ അവൻ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. വെറും പറമ്പിൽ തള്ളപ്പെട്ടവരായി ആർക്കും വേണ്ടാതെ ഹല്ലേലൂയ തള്ളപ്പെട്ട അനുഭവത്തിൽ നിന്ന് നമ്മെ സ്നേഹിച്ച് തന്റെ ജീവൻ നമുക്ക് വേണ്ടി തന്ന ആ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാതിരിക്കത്തില്ല. കണ്ണ് നിറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവന്റെ ആഴമാർന്ന ആ സ്നേഹത്തെ ഓർക്കുന്നതുകൊണ്ട്, അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതുകൊണ്ട്. ഹല്ലേലൂയ. പല നമുക്കറിയാം, പലരെയും എടുത്തു നോക്കിയാൽ മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച പല സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയാം, മദ്യത്തിന് അടിമയായി ഈ ലോകത്തിന്റെ ആ ഇഷ്ടത്തിന് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. അത് ഒരു പരിധി വരെ സന്തോഷം തന്നു. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ ആ സമാധാനവും സന്തോഷവും അല്പാൽപമായി തീർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് മനസ്സിലാകും. പിന്നെ നമ്മൾ അന്വേഷിക്കുന്നത് എവിടെ സമാധാനം കിട്ടും, എവിടെ സന്തോഷം കിട്ടും. ഹല്ലേലൂയ. അങ്ങനെ ഹൃദയം വേദനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഹൃദയത്തെ അറിയും, നമ്മുടെ മനോവേദനകളെ അറിയും, നമ്മുടെ വിചാരങ്ങളെ അവൻ അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ എന്ത് ചെയ്തു? ആ ഭാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഈ ലോകത്തോടുകൂടി നശിച്ചു പോകാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പോകാതെ ദൈവം എന്നെ രക്ഷിച്ചു. ഇന്ന് ഈ ഭാഗ്യപദവിയിലേക്ക് എത്തിച്ചേർന്നു. ഹല്ലേലൂയ. ഇപ്പോൾ പാടുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാതിരിക്കത്തില്ല. കാരണം അത്രമാത്രം വലിയ ചതിക്കുഴിയിൽ നിന്നാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. ഒരിക്കലും കരകയറുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട കേട്ടോ. ഹല്ലേലൂയ. യേശു പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും എന്ന് കർത്താവിൽ വിശ്വസിച്ചാൽ അവൻ ആരെയും തള്ളിക്കളയട്ടെ. സമാധാനം നൽകി അനുഗ്രഹിക്കാൻ നമുക്ക് പാടാം. ലോകമാ ഗംഭീര വാരികയിൽ എന്നുള്ള മനോഹരമായ ഹല്ലേലൂയ. ലോകമാം ഗംഭീര വാരികയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടാവിടെത്തി കർത്താവിനോടുകൂടെ വിശ്രമിക്കാൻ യാത്ര ചെയ്യും ഞാൻ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ. യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ
രക്ഷകന അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെയും പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരാലെ ദർശിച്ചി ഭാഗ്യദേശം പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരാലെ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ഛേദമെന്നെണ്ണിലാഭം അന്യരെന്നെണ്ണി ലോകമാതിൽ ആകയാൽ ഛേദമെന്നെണ്ണിലാഭം അന്യരെന്നെണ്ണി ലോകമാതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാൽ അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചാലും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാൽ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാൽ അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ശുദ്ധ പാടുങ്കിൽ കടൽ തീരത്ത് യേശുവിൻ പൊന്മുഖം ഒത്തിടും ഞാൻ ശുദ്ധ പാടുങ്കിൽ കടൽ തീരത്ത് യേശുവിൻ പൊന്മുഖം ഒത്തിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാൽ അന്ത്യശ്വാസം വരെയും. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ നൽകുന്ന മനോഹരമായ ഗാനം. ഹല്ലേലൂയ. ഈ കഷ്ടതയെല്ലാം തീർന്ന് നാം കർത്താവിനോട് കൂടെ വസിക്കുന്ന ഒരു നല്ല സുദിനത്തിനു വേണ്ടി നാം നോക്കി പാർത്തിരിക്കുകയാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ലെന്നെണ്ണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് നാം ഇവിടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു പ്രത്യാശയോടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ചേർക്കുവാൻ വേണ്ടി യേശുക്രിസ്തു വീണ്ടും വരും. ഹല്ലേലൂയ. ആ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഈ കഷ്ടതയും പ്രതികൂലങ്ങളും ഒക്കെ അനുഭവിച്ച് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സമയം മുമ്പോട്ട് പോയിരിക്കുകയാണ്, തീരാറായിരിക്കുക. ഒരു പാട്ടിനുള്ള സമയമുണ്ട്. ആ പാട്ട്, ഒരു പാട്ട്, എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ.
നമ്മൾക്ക് വേണ്ടി മറ്റാരും കരുതുകയില്ല. നമുക്ക് വേണ്ടി അല്പമെങ്കിലും കരുതി വയ്ക്കുന്നത് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ നമുക്ക് വേണ്ടി കരുതി വയ്ക്കുവാനായിട്ട് ഇടയാകും. എന്നാൽ അതൊക്കെ കുറച്ച് തീരും. നമ്മൾ കരുതുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ തീരും. എന്നാൽ ഒരിക്കലും തീരാത്ത, ഹല്ലേലൂയ, ഒരിക്കലും തീരാതെ വണ്ണം സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. 23-ാം സങ്കീർത്തനം, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകില്ല. നാം അവന്റെ കൈക്കലെ ആടുകളായി തീർന്നെങ്കിൽ നമ്മുടെ ഇടയന്, നല്ല ഇടയനായ കർത്താവിന് അറിയാം നമുക്ക് വേണ്ടി കരുതുക. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നല്ലത് കരുതുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ, വഴിയൊരുക്കും അവൻ ആഴികളിൽ. ഓ ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തിന് വലിയ പ്രതിസന്ധി വന്നു. മിസ്രൈമ്യർ ഞങ്ങളെ കൊല്ലുവാൻ വന്നപ്പോൾ അവൻ ആഴിയെ തുറന്ന് ഉണങ്ങിയ നിലത്തുകൂടെ കർത്താവ് അവരെ നടത്തി. ഹല്ലേലൂയ, അതെത്ര ഭാഗ്യമല്ലേ. ഓ, തന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ആ ഒരു സമയം, അങ്ങനെ വിചാരിക്കുന്ന ഒരു സമയം, പെട്ടെന്ന് മുമ്പിൽ വലിയ വഴിയൊരുക്കി നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നിനക്കായി കരുതും അവൻ നല്ല കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടും, വല്ലഭൻ പുതുവഴി തുറന്നിടുവേ. വാതിലുകൾ പലതും അടഞ്ഞിടും, വല്ലഭൻ പുതുവഴി തുറന്നിടുവേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ
യേശു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. പ്രൈസ് ദി ലോർഡ്. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ സ്തുതിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ഈ അൽഫ ഗോസ്ബൽ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുജി കുന്നേൽ അവർക്കും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവും വന്ദനവും പ്രത്യേകിച്ച് നന്ദിയും അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ പാടി അവസാനിപ്പിച്ചതുപോലെ ഇന്ന് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത്രയും 1 മണിക്കൂർ സമയം കർത്താവിനെ പാടി ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവിന്റെ ആണിപ്പിള്ളേറ്റ കരത്തൊട്ട് ഇന്ന് രാത്രിയിൽ അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കും കർത്താവെ, ഞങ്ങളുടെ ഭാരങ്ങളെ ചുമത്തുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കാൻ അത്ഭുതങ്ങളെ ചെയ്ത് പ്രാർത്ഥനകളായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.